പ്രിയ കൂട്ടുകാരെ, ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ എക്സസൈസിൽ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ xn = dn + f - d എന്ന ഫോർമുല ഉപയോഗിക്കുന്നു. നമ്മളിപ്പോൾ 2ാമത്തെ എക്സസൈസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർമുലയിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. അതിനാൽ ഫോർമുല ഉപയോഗിക്കാതെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്കിപ്പോൾ പഠിക്കാം. എല്ലാ കൂട്ടുകാരും എല്ലാ ക്വസ്റ്റ്യൻസും നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ സീക്വൻസ് തന്നിട്ട് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം എഴുതുവാൻ പോവുകയാണ്. സീക്വൻസിനെ നമുക്ക് നെയിം ചെയ്യാം. x1, x2, x3, x4. x1 = 2 ആണ്. ആ 2 എഴുതുക. = ഡിഫറൻസ് നോക്കുക. 4 - 2 2, 6 - 4 2, 8 - 6 2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേമാണ്. അപ്പോൾ ഇൻറ്റു 1. അപ്പോൾ 2 × 1 2 എന്ന് നമുക്ക് കിട്ടുന്നു. x2 = 4 ഡിഫറൻസ് 2 ആണ്. 2 എഴുതുക. സെക്കൻഡ് ടേമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഇൻറ്റു 2 എന്ന് എഴുതുക. 2 × 2 = 4. x3 6 ആണ്. ഡിഫറൻസ് 2 എഴുതുക. തേർഡ് ടേമാണ്. അപ്പോൾ ഇൻറ്റു 3 എന്ന് എഴുതുക. 2 × 3 = 6. x4 = 8. ഡിഫറൻസ് 2 ആണ്. ഫോർത്ത് ടേമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 4 × 2 = 8. ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn = ഡിഫറൻസ് 2 ആണ്. 1 2 3 4 1 2 3 4 നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യ. അതിൻ്റെ ആദ്യത്തെ അക്ഷരമായ n എഴുതുക. ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. Three, 6, 9, 12. x1, x2, x3, x4 നെയിം ചെയ്യുക. x1 = 3 = ഇത് ഡിഫറൻസ് കണ്ടുപിടിക്കുക. 6 - 3 = 3, 9 - 6 = 3, 12 - 9 = 3. 3 എഴുതുക. ഇൻറ്റു ഫസ്റ്റ് ടൈം നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇൻറ്റു 1 എഴുതുക. 3 × 1 = 3. x2 = 6. ഡിഫറൻസ് 3 ആണ്. 3 എഴുതാം. സെക്കൻഡ് ടൈമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഇൻറ്റു 2 എന്ന് എഴുതുക. 3 × 2 = 6. തേർഡ് ടൈം 9 ആണ്. ഡിഫറൻസ് 3 ഇൻറ്റു തേർഡ് ടൈം കണ്ടുപിടിക്കാൻ ഇൻറ്റു 3 എന്ന് എഴുതുക. 3 × 3 = 9. x4 = 12 ഡിഫറൻസ് 3 ആണ്. ഫോർത്ത് ടൈം നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇൻറ്റു 4 12. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം xn = ഡിഫറൻസ് 3 ആണ്. 1 2 3 4 നാച്ചുറൽ നമ്പറാണ്. അതിന് n റെപ്രസെൻറ്റ് ചെയ്യുക. സീക്വൻസിന് x1, x2, x3, x4 നെയിം ചെയ്യാം. x1 = 4 ഡിഫറൻസ് കണ്ടുപിടിക്കുക. 4 ആണെന്ന് കാണാൻ പറ്റും. 4 × 1 = 4. x2 = 8 4 × 2 8. x3 = 12 4 × third term 3 12. x4 = 16. ഡിഫറൻസ് 4 ആണ്. ഫോർത്ത് ടേം നമുക്ക് ആവശ്യമുള്ളത്. 4 × 4 = 16. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം xn = ഡിഫറൻസ് 4 ആണ്. 1 2 3 4 നാച്ചുറൽ നമ്പർ n. അടുത്ത ക്വസ്റ്റ്യനാണ്
180, 360, 540, 720, etc. അതിനെ നെയിം ചെയ്യാം. x1, x2, x3, x4. x1 is equal to 180 is equal to ഡിഫറൻസ് 180 ആണ്. അതുകൊണ്ട് 180 into 1. x2 360, 180 into 2 360. x3 540, 180 into 3. x4 720 is equal to 180 into 4. nth ടേം xn is equal to 180 കോമൺ എഴുതുക. 1, 2, 3, 4 നാച്ചുറൽ നമ്പർ n. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 13 എക്സാമ്പിളാണ്. ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്. അത് മാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീപ്പെട്ടി കമ്പുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തതിൽ 2 ട്രയാങ്കിൾസ് ഉണ്ട്. അടുത്തതിൽ 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് 1, 2, 3. 1, 2, 3, 4, 5. 1, 2, 3, 4, 5, 6, 7, etc. 1, 2, 3. 1, 2, 3, 4, 5. 1, 2, 3, 4, 5, 6, 7. ഇതിൻ്റെ ഓൾജിബ്ര കണ്ടുപിടിച്ച് നോക്കാം നമുക്ക്. x1 is equal to 3 is equal to ഡിഫറൻസ് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഫസ്റ്റ് ടൈം ആണ് 1. 1 ഇൻറ്റു 2 2. നമുക്ക് വേണ്ടത് 3 ആണ് പ്ലസ് 1. x2 is equal to 5. ഡിഫറൻസ് 2 ആണ്. സെക്കൻഡ് ടൈം 2 എഴുതുക. 2 to 4 plus 1 5. x3 7 is equal to ഡിഫറൻസ് 2 ആണ്. തേർഡ് ടൈം ആണ്. ഇൻറ്റു 3 പ്ലസ് 1. 2 into 3 6. 6 plus 1 7. xn is equal to ഡിഫറൻസ് 2 ആണ്. 1, 2, 3, 4 നാച്ചുറൽ നമ്പർ പ്ലസ് 1. x4 is equal to 2 into 4 plus 1. 4 into 2 8. 8 plus 1 9. ഫോർത്ത് പാറ്റേൺ കണ്ടുപിടിക്കാനായിട്ട് 9 മാസ്റ്റിക്സ് നമുക്ക് ആവശ്യമുള്ളത്. 10 ട്രയാങ്കിൾസ് നമുക്ക് വേണമെന്നിരിക്കട്ടെ. അപ്പോൾ x10 2 into 10 plus 1. 20 plus 1 21. 100 ട്രയാങ്കിൾസ് വേണമെന്നിരിക്കട്ടെ. അപ്പോൾ 2 into 100 plus 1. 2 into 100 200 plus 1 201. ഇതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ 1 സ്ക്വയർ ആണ്. അടുത്ത 2 സ്ക്വയേഴ്സ്, പിന്നെ 3 സ്ക്വയേഴ്സ്. കണ്ടിന്യൂ ചെയ്യുന്നു. സീക്വൻസ് എഴുതാം. നമ്മുടെ സൈഡ്സ് 1, 2, 3, 4. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, etc. ഇനി നമുക്ക് x1, x2, x3 ഇങ്ങനെ എഴുതാതെ വളരെ വേഗത്തിൽ എങ്ങനെ xn കണ്ടുപിടിക്കാം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക.
7 minus 4 3, 10 minus 7 3. അപ്പോൾ 3 എന്നെഴുതുക. ഈ 3നോട് എന്ത് പ്ലസ് ചെയ്താൽ ഫസ്റ്റ് ടൈം 4 കിട്ടുമെന്ന് ആലോചിക്കുക. അപ്പോൾ 1 പ്ലസ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്ര 3n + 1 ആണ്. എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പഠിക്കണം നമ്മൾ. ഒന്നുകൂടി പറയാം. xn = ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് 3 ആണ്. അതിൻ്റെ കൂടെ n എഴുതുക. അപ്പോൾ 3n ആയി. ഫസ്റ്റ് ടൈമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 3 × 1 3 കിട്ടും. ആ 3യോടുകൂടി എത്ര പ്ലസ് ചെയ്താൽ 4 കിട്ടും? 1 പ്ലസ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ 3n + 1 ആയിരിക്കും. ശരിയാണ്, ചെക്ക് ചെയ്യാം. x1 = 4 = ഡിഫറൻസ് 3 ആണ്. 3 × ഫസ്റ്റ് ടൈം 1 × 3 3 3 + 1 4. x2 7 = ഡിഫറൻസ് 3 ആണ്. സെക്കൻഡ് ടൈം കാരണം × 2 2 3 × 2 6 6 + 1 7. x3 10 = ഡിഫറൻസ് 3 × തേർഡ് ടൈം +1 9 + 1 10. xn = ഡിഫറൻസ് 3 1 2 3 നാച്ചുറൽ നമ്പർ +1. ഈ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈമും എളുപ്പം കണ്ടുപിടിക്കാം. ഫോർത്ത് ടൈം എന്നതിന് സ്ഥാനത്ത് 4 എഴുതുക. അപ്പോൾ 2 × 4 +1 2 × 4 8 8 + 1. 10th ടൈം 2 × എന്നതിന് സ്ഥാനത്ത് 10. ഇപ്പോൾ 20 20 + 1 21. അടുത്ത എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് 15 എക്സസൈസ് 1 2 ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് എക്സസൈസാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് എടുത്ത് നോക്കാം. ടെക്സ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഒറ്റ സംഖ്യകളുടെ ശ്രേണി. നമുക്കറിയാം ഓഡ് നമ്പേഴ്സ്. One, 3, 5, 7, etc. അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം എഴുതണം. nth ടൈം ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം തേർഡ് ടൈം ഫോർത്ത് ടൈം. നമ്മൾ x1 എന്ന് എഴുതുന്നു. = ഫസ്റ്റ് ടൈം ഇവിടെ 1 ആണ്. = ഡിഫറൻസ് നോക്കുന്നു. 3 - 1 2. ഫസ്റ്റ് ടൈം കാരണം 2 × 1 2 × 1 2. നമുക്ക് വേണ്ടത് 1 ആണ് വേണ്ടത്. അത് കിട്ടാനായിട്ട് -1. x1 = ഫസ്റ്റ് നമ്പർ എടുത്ത് എഴുതി. എഴുതി. ഡിഫറൻസ് 3 - 1 2 5 - 3 2 7 - 5 2. ആ 2 എഴുതി. ഫസ്റ്റ് ടൈമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ബ്രാക്കറ്റിൽ 1 എഴുതി. അപ്പോൾ 2 × 1 2. നമുക്ക് ആവശ്യമുള്ളത് 1 ആണ്. അപ്പോൾ 2 - 1 = 1 കിട്ടുന്നു. x2 = സെക്കൻഡ് ടൈം 3. ഡിഫറൻസ് 2 ആണ്. ഇപ്പോൾ 2 എഴുതുന്നു. ബ്രാക്കറ്റിൽ സെക്കൻഡ് ടൈം നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ 2 എഴുതുന്നു. 2 × 4 -1 = 3. x3 = 5 ഡിഫറൻസ് 2 ആണ്. 2 × തേർഡ് ടൈം ഇപ്പോൾ 3 - 1 2 × 3 6 6 - 1 5. x4 = 7 ഡിഫറൻസ് 2 ആണ്. 4 - 1 8 8 - 1 7. nth ടൈം ഡിഫറൻസ് 2 1 2 3 4 നാച്ചുറൽ നമ്പർ -1.
അടുത്ത ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 1 കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി. റിമൈൻഡർ 1 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അപ്പം തന്നെ മനസ്സിലായി കഴിഞ്ഞു, ഫസ്റ്റ് ടൈം 1 ആണ്. ഓൺ ഡിവിഷൻ ബൈ 3 ഡിഫറൻസ് 3 ആണ്. ആദ്യം 1 എഴുതുക, 1നോട് ഡിഫറൻസ് പ്ലസ് ചെയ്യുക. ഫസ്റ്റ് ടൈം റിമൈൻഡർ 1, അപ്പോൾ ഫസ്റ്റ് ടൈം 1. ഓൺ ഡിവിഷൻ ബൈ 3, ഇപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 3. സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ 1 + 3 4. തേർഡ് ടൈം 7. ഫോർത്ത് ടൈം 10 എക്സെട്ര. നെയിം ചെയ്യാം x1, x2, x3, x4. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു ഓൺ ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡിഫറൻസ് 3 ആണെന്ന് നമുക്കറിയാം. ചെക്ക് ചെയ്യാം. 4 - 1 3, 7 - 4 3, 10 - 7 3. അപ്പോൾ 3 ഇൻറ്റു ഫസ്റ്റ് ടൈം 1, 3 ഇൻറ്റു 1 3. നമുക്ക് വേണ്ടതോ 1 ആണ്. അപ്പോൾ നമ്മൾ 3 - 2. x1 is equal to 1 is equal to difference 4 - 1 3. ഫസ്റ്റ് ടൈം ആണ്, അവരുടെ ബ്രാക്കറ്റിൽ 1 എഴുതുക. 1 × 3 3. നമുക്ക് ആവശ്യമുള്ളത് 1 ആണ്. ആ 1 കിട്ടണമെങ്കിൽ 3ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. x2 is equal to 4 is equal to ഡിഫറൻസ് 3 ആണ്, അപ്പോൾ 3 എഴുതാം. സെക്കൻഡ് ടൈം ആണ്, ഇൻറ്റു 2. 3 × 2 6. 6 - 2 4. x3 7. ഡിഫറൻസ് 3 ഇൻറ്റു തേർഡ് ടൈം, ഇപ്പോൾ ഇൻറ്റു 3 ഇൻറ്റു 9 കിട്ടും. 9 - 2 7. x4 is equal to 10 is equal to ഡിഫറൻസ് 3 ആണ്. ഫോർത്ത് ടൈം ആണ് വേണ്ടത്, അപ്പോൾ 12 കിട്ടും. 12 - 2 10. xn is equal to ഡിഫറൻസ് 3 1 2 3 4 നാച്ചുറൽ നമ്പർ -2. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. ഫസ്റ്റ് ടൈം 1, സെക്കൻഡ് ടൈം 11, തേർഡ് ടൈം 21, ഫോർത്ത് ടൈം 31, 41, 51 എക്സെട്ര. x1, x2, x3, x4. First term x1 is equal to 1 is equal to difference നോക്കാം. 11 - 1 10, 21 - 11 10, 31 - 21 10. ഇപ്പോൾ 10 എഴുതാം. ഫസ്റ്റ് ടൈം ആയ കാരണം ബ്രാക്കറ്റിൽ 1 എഴുതുക. ഇൻറ്റു ചെയ്യാമെന്നെടുത്ത് 10 × 1 10 കിട്ടും. നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് ടൈം 1 ആണ്. ഇവിടെ ഏത് നമ്പർ എഴുതണമെന്ന് നോക്കുക. -9. 10 - 9 is equal to 1. x2 is equal to 11 is equal to ഡിഫറൻസ് 10 ആണ്. 10 എഴുതാം. സെക്കൻഡ് ടൈം ആണ്, അപ്പോൾ ഇൻറ്റു 2. ഇപ്പോൾ 20 20 - 9 11. x3 is equal to 21. ഡിഫറൻസ് 10 ഇൻറ്റു തേർഡ് ടൈം ആണ്, ഇൻറ്റു 3. ഇപ്പോൾ 30 30 - 9 21. x4
is equal to 31 is equal to difference 10 fourth term ആണ് into 4 40 കിട്ടും 40 minus 9 31 nth term xn is equal to difference 10 ആണ് 1 2 3 4 natural number n minus 9. Fourth question, sequence of natural numbers ending in 1 or 6. ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി. ആദ്യം സീക്വൻസ് എഴുതാം 1 6. നെക്സ്റ്റ് നമ്പർ 1ൽ അവസാനിക്കുന്നത് 11, 6ൽ അവസാനിക്കുന്നത് 16. നെക്സ്റ്റ് വൺ 21, 26, 31, 36. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. x1 ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു ഡിഫറൻസ് കണ്ടുപിടിക്കാം. 6 minus 1 5, 11 minus 6 5, 16 minus 11 5. ഡിഫറൻസ് 5 ആണെന്ന് കാണുന്നു. 5 ഫസ്റ്റ് ടൈം കാരണം ഇൻറ്റു 1, 5 ഇൻറ്റു 1 5. നമുക്ക് കിട്ടേണ്ടത് 1 ആണ് കിട്ടേണ്ടത്. -4, 5 minus 4 is equal to 1. x2 is equal to 6 is equal to ഡിഫറൻസ് 5 ആണ്. 5 എഴുതാം. സെക്കൻഡ് ടൈം കാരണം ബ്രാക്കറ്റിൽ 2 എഴുതാം. 5 into 2 10 minus 4 6. x3 11 is equal to ഡിഫറൻസ് 5 ആണ്. തേർഡ് ടൈം ആണ് ഇൻറ്റു 3 അപ്പോൾ 15 കിട്ടും. 15 minus 4 11. x4 is equal to 16 ഡിഫറൻസ് 5 ഫോർത്ത് ടൈം ഇൻറ്റു 4 20 20 minus 4 16. algebraic expression ബീജഗണിത രൂപം xn is equal to ഡിഫറൻസ് 5 എഴുതുക. 1 2 3 4 എന്ന നാച്ചുറൽ നമ്പറാണ് n എഴുതുക. -4 എഴുതുക. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. സീക്വൻസ് അറിഞ്ഞിരിക്കണം നമ്മൾ. 1 3 5 7 etc. Sequence of natural numbers which leave remainder 1. റിമൈൻഡർ 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 1 division by 3 അപ്പോൾ ഡിഫറൻസ് 3 ആയിരിക്കും. ആദ്യം 1 എഴുതുക. 1 എഴുതിയതിന് ശേഷം 3 പ്ലസ് ചെയ്ത് സീക്വൻസ് എഴുതുക. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. 1ൽ അവസാനിക്കുന്ന സംഖ്യകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. 1 11 21 31 41 51 അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അതിൽ സീക്വൻസ് എഴുതുമ്പോൾ നമ്മൾ 4 നമ്പർ മാത്രം എഴുതിയാൽ മതി. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യയുടെ ശ്രേണി. ഫസ്റ്റ് നമ്പർ 1, നെക്സ്റ്റ് നമ്പർ 6, അടുത്തത് 11 16 21 26 കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സീക്വൻസ് എഴുതാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ.